പ്രിയപ്പെട്ട കുട്ടികളെ, എല്ലാവരെയും കൊമേഴ്സ് ട്യൂട്ടർ വീഡിയോസിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ക്ലാസ് 12 അക്കൗണ്ടൻസിയിലെ 4ാമത്തെ ചാപ്റ്റർ റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് എ പാർട്ട്ണർഷിപ്പ് ഫേം, റിട്ടയർമെൻറ്റ് ഓർ ഡെത്ത് ഓഫ് എ പാർട്ട്ണർ, ഈ പാഠത്തിൻ്റെ 3ാം ഭാഗത്തേക്കാണ് കിടക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു പാർട്ട്ണറുടെ റിട്ടയർമെൻറ്റ് സമയത്ത് ഗുഡ്വില്ലിൻ്റെ ട്രീറ്റ്മെൻറ്റ് എങ്ങനെ നിർവഹിക്കാമെന്നാണ് നമ്മൾ കണ്ടത്. തുടർന്ന് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് റീവാലുവേഷൻ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസിനെ കുറിച്ചാണ്. അഡ്ജസ്റ്റ്മെൻറ്റ് ഫോർ റീവാലുവേഷൻ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്. പുതിയൊരു പാർട്ട്ണറെ അഡ്മിറ്റ് ചെയ്യുന്ന സമയത്തെന്നതുപോലെ ഒരു പാർട്ട്ണറുടെ റിട്ടയർമെൻറ്റ് സമയത്തും അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസിൻ്റെ റീവാലുവേഷൻ അനിവാര്യമാണ്. So about the revaluation of assets and liabilities at the time of retirement of a partner. At the time of retirement or death of a partner, there may be some assets which may not have been shown at their current values. Similarly, there may be certain liabilities which have been shown at a value different from the obligation to be met by the firm. So there may be some unrecorded assets also, and some unrecorded liabilities may also be there. Such unrecorded assets and liabilities need to be brought into the books. ഒരു പാർട്ട്ണറുടെ അഡ്മിഷൻ സമയത്തെന്നതുപോലെ റിട്ടയർമെൻറ്റ് സമയത്തും അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് റീവാല്യൂ ചെയ്യേണ്ടതുണ്ട്. പലപ്പോഴും അസറ്റ്സ് അതിൻ്റെ കറണ്ട് വാല്യൂസിലാവണമെന്നില്ല. അതോടൊപ്പം തന്നെ ലയബിലിറ്റീസ് ആക്ച്വലി കൊടുത്ത് തീർക്കേണ്ട എമൗണ്ടും ബുക്ക് വാല്യൂയും തമ്മിൽ വ്യത്യാസമുണ്ടായേക്കാം. അതോടൊപ്പം തന്നെ കണക്കിൽ രേഖപ്പെടുത്താത്ത അസറ്റ്സ് ലയബിലിറ്റീസ് ഉണ്ടാവാം. അപ്പോൾ ഇവയെ കണക്കിലെടുക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്കറിയാം ഒരു റിവാലുവേഷൻ അക്കൗണ്ട് തയ്യാറാക്കേണ്ടതുണ്ട്. ആ റിവാലുവേഷൻ അക്കൗണ്ട് തയ്യാറാക്കി അതിലൂടെയുള്ള പ്രോഫിറ്റ് അല്ലെ ലോസ് എല്ലാ പാർട്ട്നേഴ്സിനുമായിട്ട് ഇൻക്ലൂഡിങ് ദ റിട്ടയറിംഗ് പാർട്ട്ണർ ഷെയർ ചെയ്യേണ്ടതുണ്ട്. അവരുടെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് പ്രോഫിറ്റ് ആണെങ്കിൽ ക്രെഡിറ്റ് ചെയ്യേണ്ടതുണ്ട്, ലോസ് ആണെങ്കിൽ അവരുടെ ക്യാപിറ്റൽ അക്കൗണ്ടിന് ഡെബിറ്റ് കൊടുക്കേണ്ടതുണ്ട്. സോ എ റിവാലുവേഷൻ അക്കൗണ്ട് ഈസ് പ്രിപ്പയർഡ് ഇൻ ഓർഡർ ടു അസർട്ടൈൻ ദ പ്രോഫിറ്റ് ഓർ ലോസ് ഓൺ റിവാലുവേഷൻ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ആൻഡ് ബ്രിങ്ങിങ് അൺറെക്കോർഡഡ് ഐറ്റംസ് ഇൻ ടു ദ ഫേംസ് ബുക്സ്. ഹൗ എ റിവാലുവേഷൻ അക്കൗണ്ട് ഈസ് പ്രിപ്പയർഡ്? ഒരു പാർട്ട്ണറുടെ അഡ്മിഷൻ സമയത്ത് റീവാലുവേഷൻ അക്കൗണ്ട് തയ്യാറാക്കുന്നതിനെക്കുറിച്ച് നമ്മൾ വിശദമായിട്ട് ചർച്ച ചെയ്തതാണ്. അതേ രീതിയിൽ തന്നെയാണ് ഇവിടെ റിട്ടയർമെൻറ്റ് സമയത്തും റീവാലുവേഷൻ അക്കൗണ്ട് തയ്യാറാക്കേണ്ടത്. വി നോ എ റീവാലുവേഷൻ അക്കൗണ്ട് ഈസ് എ നോമിനൽ അക്കൗണ്ട് പ്രിപ്പയർഡ് ടു അസർട്ടൈൻ ദ പ്രോഫിറ്റ് ഓർ ലോസ് ഓൺ റീവാലുവേഷൻ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് അറ്റ് ദ ടൈം ഓഫ് റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് എ ഫേം. അപ്പോൾ ഒരു സ്ഥാപനത്തിൻ്റെ പുനഃസംഘടനയുടെ സമയത്ത് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസിൻ്റെ വില പുനർനിർണ്ണയം ചെയ്തുകൊണ്ടാണ് നമ്മൾ റീവാലുവേഷൻ അക്കൗണ്ട് തയ്യാറാക്കുന്നത്. വി നോ ഡിക്രീസ് ഇൻ അസറ്റ്സ്, ഇൻക്രീസ് ഇൻ ലയബിലിറ്റീസ് ആൻഡ് ഓൾസോ അൺറെക്കോർഡഡ് ലയബിലിറ്റീസ് ആർ ഡെബിറ്റഡ് ഇൻ ദ റീവാലുവേഷൻ അക്കൗണ്ട്. സിമിലർലി, ഇൻക്രീസ് ഇൻ അസറ്റ്സ്, ഡിക്രീസ് ഇൻ ലയബിലിറ്റീസ് ആൻഡ് ഓൾസോ അൺറെക്കോർഡഡ് അസറ്റ്സ് ആർ ക്രെഡിറ്റഡ് ഇൻ ദ റീവാലുവേഷൻ അക്കൗണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചതുപോലെ തന്നെ റിവാലുവേഷൻ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യേണ്ട ഐറ്റംസ് ഡിക്രീസ് ഇൻ അസറ്റ്സ്, ഇൻക്രീസ് ഇൻ ലയബിലിറ്റീസ് ആൻഡ് ഓൾസോ അൺറെക്കോർഡഡ് ലയബിലിറ്റീസ്. അതേസമയത്ത് റിവാലുവേഷൻ അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യേണ്ട ഐറ്റംസ് ഇൻക്രീസ് ഇൻ അസറ്റ്സ്, ഡിക്രീസ് ഇൻ ലയബിലിറ്റീസ് ആൻഡ് ഓൾസോ അൺറെക്കോർഡഡ് അസറ്റ്സ്. ആൻഡ് ഹിയർ വി നോ ദ പ്രോഫിറ്റ് ഓർ ലോസ് ഓൺ റിവാലുവേഷൻ is transferred to the capital account of all the partners including the retiring partners in their old profit sharing ratio. നമുക്കറിയാം റിവാലുവേഷൻ അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിലാണ് കൂടുതൽ എമൗണ്ട് എങ്കിൽ അത് പ്രോഫിറ്റ് ഓൺ റിവാലുവേഷൻ സൂചിപ്പിക്കുന്നതാണ്. അത് എല്ലാ പാർട്ട്നേഴ്സിനുമായിട്ട് ഇൻക്ലൂഡിങ് ദ റിട്ടയറിംഗ് പാർട്ട്ണർ, വിരമിക്കുന്ന പങ്കാളി അടക്കം എല്ലാ പങ്കാളികൾക്കുമായിട്ട് ആ പ്രോഫിറ്റ് ക്രെഡിറ്റ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അവരുടെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യേണ്ടതുണ്ട് ഇൻ ദർ ഓൾഡ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. എന്നാൽ നമുക്കറിയാം ഡെബിറ്റ് സൈഡിലാണ് കൂടുതൽ എമൗണ്ട് എങ്കിൽ അത് റീവാലുവേഷൻ ലോസിനെ സൂചിപ്പിക്കുന്നതാണ്. സച്ച് റീവാലുവേഷൻ ലോസ് ഷുഡ് ബി debited to all partners including the retiring partner in their
old profit sharing ratio. And here the journal entry for the distribution of profit or loss on revaluation is, we know, in case of profit, the journal entry will be revaluation account debtor to all partners' capital accounts individually. For revaluation profit ആണെങ്കിൽ അതെല്ലാ പാർട്ട്നേഴ്സിനുമായിട്ട് അവിടെ ക്രെഡിറ്റ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. റിട്ടയറിംഗ് പാർട്ട്ണർക്കടക്കം എല്ലാ പാർട്ട്നേഴ്സിനും ഓൾഡ് റേഷ്യോയിൽ അവിടെ ക്രെഡിറ്റ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. ബട്ട് ഇഫ് ദർ ഈസ് ലോസ് ഓൺ റിവാലുവേഷൻ, the journal entry will be all partners capital account debtor individually to revaluation account. Here the loss on revaluation transferred to partners capital account. Revaluation loss ആണെങ്കിൽ ആ ലോസ് എല്ലാ പാർട്ട്നേഴ്സിനുമായിട്ട്, റിട്ടയറിംഗ് പാർട്ട്ണർ അടക്കം എല്ലാ പാർട്ട്നേഴ്സിനുമായിട്ട് അവരുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. മറ്റ് ജേർണൽ എൻട്രീസ് എല്ലാം, റിവാലുവേഷനുമായിട്ട് ബന്ധപ്പെട്ട മറ്റെല്ലാ ജേർണൽ എൻട്രീസ് നമ്മൾ പുതിയൊരു പാർട്ട്ണറുടെ അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുകയുണ്ടായി. റിവാലുവേഷൻ അക്കൗണ്ട് തയ്യാറാക്കിയത് എല്ലാവരും ഓർമ്മിക്കുന്നുണ്ടാവുമല്ലോ. ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു ഇലിസ്ട്രേഷൻ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം. ഈ പാഠത്തിലെ 10ാമത്തെ ഇലിസ്ട്രേഷനാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. മിനി, ഇന്ദു ആൻഡ് ഗീത ആർ പാർട്ട്നേഴ്സ് ഷെയറിംഗ് പ്രോഫിറ്റ്സ് ആൻഡ് ലോസസ് ഇൻ ദ റേഷ്യോ 5:3:2 റെസ്പെക്റ്റീവ്ലി. മിനി, ഇന്ദു, ഗീത ഇവരാണ് പാർട്ട്നേഴ്സ്. അവരുടെ ഓൾഡ് റേഷ്യോ 5:3:2 ആണ്. On March 31st, 2020, their balance sheet was as under. അവരുടെ ബാലൻസ് ഷീറ്റിലെ ഐറ്റംസ് ഒന്ന് ശ്രദ്ധിക്കുക. അസറ്റ്സ്, ഗുഡ് വിൽ 25,000 ഉണ്ട്, ബിൽഡിങ്സ് 1 lakh, പേറ്റൻസ് 30,000, മിഷനറി 1,50,000, സ്റ്റോക്ക് 50,000, ഡെപ്റ്റേഴ്സ് 40,000 and also cash in hand 40,000. And here the capitals were Mini 1,50,000, Indu 1,25,000, Geeta 75,000, total 3,50,000 is the capital. And also sundry creditors are there 55,000 and general reserve is also there 30,000. And 4,35,000 ആണ് ബാലൻസ് ഷീറ്റ് ടോട്ടൽ. ദെൻ തുടർന്ന് പറയുന്നു ഗീത റിട്ടയേഴ്സ് ഓൺ ദ എബൌട്ട് ഡേറ്റ്. അവിടെ മിനി, ഇന്ദു എന്നിവർ ബിസിനസ് കണ്ടിന്യൂ ചെയ്യുന്നു. ഇറ്റ് വാസ് എഗ്രീഡ് ദാറ്റ് മിഷനറി ബി വാല്യൂഡ് അറ്റ് 1,40,000. മിഷനറി 1,50,000 ആയിരുന്നത് 1,40,000 ആയിട്ട് വില പുതുക്കി നിശ്ചയിക്കുന്നു. 10,000 ലോസ് അവിടെ സംഭവിക്കുന്നു. അല്ലെ ഡിക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് മിഷനറി 10,000 ആണ്. ആൻഡ് പേറ്റൻസ് റുപ്പീസ് 40,000. നമുക്കറിയാം പേറ്റൻസ് 30,000 ആയത് 40,000 ആയിട്ട് മാറുന്നു. ആൻഡ് ഓൾസോ ബിൽഡിങ്സ് 1,25,000 ആയിട്ട് മാറുന്നു. ബിൽഡിങ്സ് 1 lakh ആയിരുന്നു, അത് 25,000 വർദ്ധിക്കുന്നു. അപ്പോൾ ഇതിൽ നമുക്ക് മനസ്സിലാക്കാം 35,000 അസറ്റിൽ വിലവർധന ഉണ്ടാകുന്നു. അതേസമയത്ത് അസറ്റിൽ 10,000 വിലക്കുറവും ഉണ്ടാകുന്നുണ്ട്. റെക്കോർഡ് നെസസറി ജേർണൽ എൻട്രീസ് ഇൻ ദ എബോ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആൻഡ് പ്രിപ്പയർ ദ റിവാലുവേഷൻ അക്കൗണ്ട്. അവിടെ റിവാലുവേഷൻ അക്കൗണ്ടുമായിട്ട് ബന്ധപ്പെട്ട ജേർണൽ എൻട്രീസ് മാത്രമേ എഴുതേണ്ടതുള്ളൂ. അതിനുശേഷം റിവാലുവേഷൻ അക്കൗണ്ട് തയ്യാറാക്കേണ്ടതുണ്ട്. റിവാലുവേഷനുമായിട്ട് ബന്ധപ്പെട്ട ജേർണൽ എൻട്രീസ് ആദ്യം നമുക്ക് ഏതൊക്കെയെന്ന് നോക്കാം. മിഷനറിയുടെ വില കുറയുന്നു. സോ ദ ജേർണൽ എൻട്രി വിൽ ബി റിവാലുവേഷൻ അക്കൗണ്ട് അറ്റഡ് ടു മിഷനറി അക്കൗണ്ട്. 10,000 മിഷനറിയുടെ വില കുറയുന്നതിൻ്റെ ജേർണൽ എൻട്രിയാണത്. ദെൻ ഹിയർ പേറ്റൻസ്, ബിൽഡിങ്സ്, ഈ 2 അസറ്റിൻ്റെ വില വർദ്ധിക്കുന്നു. So the journal entry will be patents account at 10,000, buildings account at 25,000 to revaluation account 35,000. അപ്പോൾ ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് മനസ്സിലാകും 35,000 അസറ്റ് വർദ്ധിക്കുന്നു, 10,000 അസറ്റ് കുറയുന്നു. So here the 25,000 will be the profit on revaluation. That profit on revaluation should be shared among all the partners including the retiring partner. എല്ലാ പാർട്ട്നേഴ്സിനുമായിട്ട് അവിടെ ക്രെഡിറ്റ് ചെയ്ത് കൊടുക്കണം ഈ 25,000 പ്രോഫിറ്റ്. ദെൻ ദ ജേർണൽ എൻട്രി വിൽ ബി റിവാലുവേഷൻ അക്കൗണ്ട് അറ്റ് 25,000 ടു മിനീസ് ക്യാപിറ്റൽ അക്കൗണ്ട്. അവിടെ ഓൾഡ് റേഷ്യോയിൽ വേണം പ്രോഫിറ്റ് വീതിക്കാൻ വേണ്ടി. ഓൾഡ് റേഷ്യോ ഈസ് 5:3:2.
സോ 5/10 എന്ന് പറഞ്ഞാൽ 25,000 പകുതി മിനിയുടെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യുന്നു 12,500. ടു ഇന്ദുസ് ക്യാപിറ്റൽ അക്കൗണ്ട് 7,500. ടു ഗീതാസ് ക്യാപിറ്റൽ അക്കൗണ്ട് 5,000. ഹിയർ the profit on revaluation transferred to all partners capital accounts in their old profit sharing ratio 5:3:2. അപ്പോൾ ഈ 3 ജേർണൽ എൻട്രീസ് ആണ് റിവാലുവേഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ എഴുതേണ്ടത്. തുടർന്ന് റിവാലുവേഷൻ അക്കൗണ്ട് നമുക്ക് തയ്യാറാക്കാം. ആ റിവാലുവേഷൻ അക്കൗണ്ടിൽ നമുക്കറിയാം അസറ്റിൻ്റെ വില വർദ്ധിക്കുന്നത് ക്രെഡിറ്റ് ചെയ്യണം, അസറ്റിൻ്റെ വില കുറയുന്നതാകട്ടെ ഡെബിറ്റ് ചെയ്യണം. നമ്മൾ നേരത്തെ തന്നെ കാണുകയുണ്ടായി, റിവാലുവേഷൻ അക്കൗണ്ട് തയ്യാറാക്കുമ്പോൾ ക്രെഡിറ്റ് ചെയ്യേണ്ട ഐറ്റംസ് എന്ന് പറയുന്നത് അസറ്റിൻ്റെ വില വർദ്ധിക്കുന്നത്, ലയബിലിറ്റീസ് കുറയുന്നത്, അൺറെക്കോർഡഡ് അസറ്റ് എന്നിവയാണ്. എന്നാൽ റിവാലുവേഷൻ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യേണ്ട ഐറ്റംസ് അസറ്റിൻ്റെ വില കുറയുന്നത്, ലയബിലിറ്റീസ് വർദ്ധിക്കുന്നത്, അതോടൊപ്പം തന്നെ അൺറെക്കോർഡഡ് ലയബിലിറ്റീസ്. ഇവിടെ അസറ്റിൻ്റെ വില വർദ്ധിക്കുന്നത് പേറ്റൻസിന് 10,000-ഉം ബിൽഡിങ്സിന് 25,000-ഉമാണ്. ആ 2 ഐറ്റംസ് ആണ് ഇവിടെ ക്രെഡിറ്റ് ചെയ്യേണ്ടത്. പേറ്റൻസ് 10,000 ആൻഡ് ബിൽഡിങ്സ് 25,000 ആർ ക്രെഡിറ്റഡ്. ദെൻ അസറ്റായിട്ടുള്ള ബിൽഡിങ്സിന് വില കുറയുന്നതാണ് അവിടെ ഡെബിറ്റ് ചെയ്യേണ്ടത്. സോ മിഷനറി 10,000 ഡെബിറ്റ് ചെയ്യുന്നു. അവിടെ നമുക്കറിയാം ഹിയർ ദ 25,000 ഈസ് ദ പ്രോഫിറ്റ് ഓൺ റിവാലുവേഷൻ. കാരണം ക്രെഡിറ്റ് സൈഡിലാണ് 35,000 ഉള്ളത്. ഡെബിറ്റ് സൈഡിൽ 10,000 മൈനസ് ചെയ്യുമ്പോൾ അവിടെ 25,000 പ്രോഫിറ്റ് നമുക്ക് കാണാൻ സാധിക്കും. ആ 25,000 പ്രോഫിറ്റാണ് 5:3:2 റേഷ്യോയിൽ മിനിക്കും ഇന്ദുവിനും ഗീതയ്ക്കുമായിട്ട് അവിടെ ക്രെഡിറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അതുകൊണ്ട് റിവാലുവേഷൻ അക്കൗണ്ടിലുള്ള 25,000 ബാലൻസ് ഉള്ള തുക പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്ത് കൊടുക്കുന്നു. മിനീസ് ക്യാപിറ്റൽ അക്കൗണ്ട് 12,500, ഇന്ദുസ് ക്യാപിറ്റൽ അക്കൗണ്ട് 7,500 ആൻഡ് ഗീതാസ് ക്യാപിറ്റൽ അക്കൗണ്ട് 5,000. അപ്പോൾ ഈ രീതിയിൽ റിവാലുവേഷൻ്റെ പ്രോഫിറ്റ് എല്ലാ പാർട്ട്നേഴ്സിനുമായിട്ട് ക്രെഡിറ്റ് ചെയ്തതായിട്ട് കാണിക്കുന്നു. സോ ദാറ്റ് അബൌട്ട് ദ പ്രിപ്പറേഷൻ ഓഫ് റിവാലുവേഷൻ അക്കൗണ്ട്. ഇപ്പോൾ റിവാലുവേഷൻ അക്കൗണ്ടുമായിട്ട് ബന്ധപ്പെട്ട അഡ്ജസ്റ്റ്മെൻറ്റ് അഡ്മിഷൻ്റെ സമയത്ത് എന്നതുപോലെ തന്നെയാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഇവിടെ എല്ലാ പാർട്ട്നേഴ്സിനുമായിട്ട് ഇൻക്ലൂഡിങ് റിട്ടയറിംഗ് പാർട്ട്ണർ എല്ലാ പാർട്ട്നേഴ്സിനുമായിട്ട് അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ ആ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് ഓൺ റിവാലുവേഷൻ ഷെയർ ചെയ്യുന്നു. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ കാണുന്നത് വരെ എല്ലാവർക്കും വിട. താങ്ക് യു ഓൾ. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.